24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള പുനരധിവാസ പദ്ധതി അവതരിപ്പിച്ച സർക്കാർ കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലും മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റിലുമായി 2 മോഡൽ ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. എൽസ്റ്റണിൽ 5 സെന്റിലും നെടുമ്പാലയിൽ 10 സെന്റിലും 1000 സ്ക്വയർ ഫീറ്റിലാണ് ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുക. ടൗൺഷിപ്പ് രൂപരേഖയുടെ ത്രിമാന മാതൃക ചീഫ് സെക്രട്ടറി അവതരിപ്പിച്ചു. കൽപ്പറ്റയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലും മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റിലുമാണ് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുക. കൽപ്പറ്റയിലാണ് കൂടുതൽ വീടുകൾ. ഇവിടെ 5 സെന്റ് ഭൂമിയിൽ ഒരു വീട് എന്ന തോതിലാകും നിർമ്മാണം. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മൂലം കുറച്ച് വീടുകൾ നിർമ്മിക്കുന്ന മേപ്പാടിയിൽ 10 സെന്റിൽ ഒരു വീട് എന്നതാകും അനുപാതം. ആകെ എത്ര വീടുകൾ നിർമ്മിക്കുമെന്നത് പിന്നീട് തീരുമാനിക്കും. ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭരണവകുപ്പായി ദുരന്ത നിവാരണ വകുപ്പിനെ ചുമതലപ്പെടുത്തി. തൊഴിലുടമയുടെ പ്രതിനിധിയായി കിഫ്കോണിനെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കരാറുകാരായി നാമനിർദ്ദേശം ചെയ്യാൻ തീരുമാനിച്ചു. പുനരധിവാസത്തിന്റെ സമയക്രമം 2-3 ആഴ്ചകളിൽ നിശ്ചയിക്കും. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കൃത്യമായ സംവിധാനമുണ്ടാകും. മുഖ്യമന്ത്രി അധ്യക്ഷനായ വയനാട് പുനർനിർമ്മാണ സമിതിക്കായിരിക്കും പദ്ധതിയുടെ നേതൃത്വം. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഏകോപന സമിതിയും കലക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റുമാണ് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവും പ്രധാന സ്പോൺസർമാരും ഉൾപ്പെടുന്ന മറ്റ് മന്ത്രിമാരും കൂടി ഉൾപ്പെടുന്ന ഉപദേശക സമിതി രൂപീകരിക്കുകയും ചെയ്യും. ആദ്യം വീട് നഷ്ടപ്പെട്ടവരെയും പിന്നീട് ദുരന്തത്തിൽ താമസയോഗ്യമില്ലാതായ സ്ഥലത്തുള്ളവരെയുമായിരിക്കും പുനരധിവാസത്തിനായി പരിഗണിക്കുക. ജനുവരി 20 മുമ്പ് ഗുണഭോക്തൃ പട്ടിക അന്തിമമാക്കും. താമസയോഗ്യമില്ലാത്ത സ്ഥലം അടയാളപ്പെടുത്താനും തീരുമാനമുണ്ട്. ആ എതിർത്തവരോട് പറയാനുള്ളത് ഇനി എതിർക്കാൻ പുറപ്പെടേണ്ടതെന്നാണ്. അടയാളപ്പെടുത്തി ആ മേഖല ഏതാണോ, ആ മേഖലക്കൊക്കെ അകത്തുള്ള കുടുംബങ്ങൾ ഏതാണോ, ആ കുടുംബങ്ങൾക്ക് മാത്രമായിരിക്കും ഇതിന് അർഹത. അതിനപ്പുറത്തും ആളുകളുണ്ടാകാം. അവരാഗ്രഹിച്ചിട്ട് കാര്യമില്ല. നേരത്തെ താമസിക്കുന്ന ഭൂമിയുടെ അവകാശം ഉടമകൾക്ക് തന്നെ ആയിരിക്കും. ടൗൺഷിപ്പിലും വ്യവസ്ഥകളോടെ ഉടമകൾക്ക് പൂർണ്ണ അവകാശം നൽകും. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ ഏറ്റെടുക്കുന്ന 2 എസ്റ്റേറ്റുകളിലും 10 സെന്റ് ഭൂമി ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി ദുരന്തബാധിതർ. ഇക്കാര്യം നാളെ മന്ത്രിതലത്തിൽ ഉന്നയിക്കുമെന്ന് വാർഡുതല ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി. വിഷയത്തിൽ സമരത്തിന് ഇറങ്ങേണ്ട സാഹചര്യമാണെന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയും പറഞ്ഞു. എസ്റ്റേറ്റുകളിൽ സംയുക്ത സർവേ നടപടികൾ തുടങ്ങി. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ വിമർശനമുയരുന്നത് സ്ഥലം സംബന്ധിച്ച വിഷയത്തിലാണ്. നെടുമ്പാല HML എസ്റ്റേറ്റിൽ 10 സെന്റ് ഭൂമിയിലാണ് വീട് നിർമ്മിക്കുക. കൽപ്പറ്റ നഗരസഭയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഇത് 5 സെന്റാകും. ഇതാണ് പ്രതിഷേധത്തിന് കാരണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടാൻ ഒരുങ്ങുകയാണ് ആക്ഷൻ കൗൺസിലുകൾ. ഭൂമിയുടെ വിലയിൽ വരുന്ന വ്യത്യാസം കണക്കിലെടുത്ത് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഒരു കുടുംബത്തിന് 5 സെന്റും നെടുമ്പാലയിൽ 10 സെന്റുമായിരിക്കും നൽകുക. ഈ ഓരോ പ്രദേശത്തും നിർമ്മിക്കുന്ന വീടുകളുടെ എണ്ണം കൃത്യമായ നമ്പർ ഇപ്പോൾ പറയാറായിട്ടില്ല. പുനരധിവാസത്തിനുള്ള എസ്റ്റേറ്റുകളിൽ സർവേ നടപടികൾക്കും തുടക്കമായി. സ്പെഷ്യൽ ഓഫീസറും ഡെപ്യൂട്ടി കളക്ടറുമായ JO അരുണിന്റെ നേതൃത്വത്തിലാണ് സർവേ. കൃഷി, വനം, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സംയുക്തമായാണ് ചുമതല നൽകിയിരിക്കുന്നത്. ഏറ്റെടുക്കുന്ന സ്ഥലത്തെ ആസ്തി വിവര ശേഖരണമാണ് നടക്കുന്നത്. 2 ആഴ്ചയ്ക്കകം നടപടി പൂർത്തിയാക്കി സർക്കാരിനെ സമർപ്പിക്കാനാണ് നീക്കം. നാളെ മുതൽ നെടുമ്പാല എസ്റ്റേറ്റിലും സർവേ തുടങ്ങും. 24 വയനാട്. കണ്ണൂർ വളക്കയ്യൽ സ്കൂൾ ബസ് മറിഞ്ഞ് 5ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ചെറുക്കളയിലെ നേദ്യ S രാജേഷാണ് മരിച്ചത്. അമിതവേഗമാണ് അപകട കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. വൈകിട്ട് 4 മണിയോടെയാണ് കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത്. വളക്കൈ പാലത്തിന് സമീപം സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ഇറക്കത്തിലാണ് അപകടം. പോക്കറ്റ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് ഇറങ്ങുന്നതിനിടെ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഞാനിവിടെ ശബ്ദം കിട്ടിയാണ് പുറത്ത് വന്ന് നോക്കിയത്. അപ്പോൾ അവിടെ വണ്ടി അടിമറിഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴും സ്കൂൾ ബസ്സാണെന്ന് മനസ്സിലായി. തല മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പോയപ്പോൾ മുന്നിലത്തെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അതിനകത്തോട് വഴിയാണ് നമ്മൾ ഓരോ കുട്ടികളെയും പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ഈ കുട്ടിയെ നമ്മൾ കണ്ടിട്ട് ഈ മരിച്ച കുട്ടി ആക്ച്വലി പുറത്താണ്, വണ്ടിയുടെ പുറത്ത് അടിയിലായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറ്റുന്ന കുട്ടികളെല്ലാവരെയും പുറത്തിറക്കി ലാസ്റ്റ് ഏറ്റവും പിറകിലായിരുന്നു ഈ കുട്ടി, താഴെ ഉണ്ടായിരുന്നില്ല. അവസാനമാണ് നമ്മൾ കണ്ടത്. പെട്ടെന്ന് തന്നെ നമ്മൾ നാട്ടുകാരൊക്കെ കൂടിയിട്ട് വണ്ടി പൊക്കി കുട്ടിയും കൂടെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഏകദേശം 1.5 എടുക്കുമ്പോൾ തന്നെ ഏകദേശം കുട്ടി ബോധമൊന്നുമില്ലായിരുന്നു, മരിച്ച രീതിയിൽ തന്നെ ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയി അവിടെ എത്തിയുമ്പോഴേക്കും കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. ഓവർ സ്പീഡാണെന്ന് പറയുന്നുണ്ട് കുറച്ച് പേര്. അപകടം നടന്നയുടൻ നാട്ടുകാർ കുട്ടികളെ തളിപ്പറമ്പിലെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീടാണ് ബസ്സിനടിയിൽപ്പെട്ട നേദ്യയെ കണ്ടതും ബസ് ഉയർത്തി പുറത്തെടുത്തതും. ഒരൊച്ച കേട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ബസ് മറിഞ്ഞ് റോഡ് മേലുണ്ട്.
അപ്പോൾ നമ്മൾ 3-4 ആൾക്കാർ ഇവിടുന്ന് കുറേ ആളെ വിളിച്ചു കൂട്ടി അപ്പുറത്ത് ഇവിടുന്ന് ആൾ വന്ന് ബസ്സിലെല്ലാം കുട്ടികളെല്ലാം പിടിച്ച് പുറത്താക്കി. നോക്കുമ്പോൾ ബസ്സിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു കുട്ടി കവിഞ്ഞ് കിടക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി. ഉടനെ നമ്മൾ എല്ലാവരും കൂടി ബസ്സിനെ ഉയർത്തി. ബസ് കവിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഉയർത്തിയതിന് ശേഷം പെണ്ണ് ബസ്സിൻ്റെ അടിയിലായിരുന്നു. അപ്പോൾ പെണ്ണ് നല്ല ചോര കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് അവരെടുത്ത് കിട്ടുന്ന വണ്ടിക്കെല്ലാം പിന്നെ ഒരാൾ ആശുപത്രിയിലേക്ക് വിട്ടു. തളിപ്പറമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അമിത വേഗമാണ് അപകട കാരണമെന്നാണ് വിലയിരുത്തൽ. പ്രത്യക്ഷത്തിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലയെന്നാണ് മനസ്സിലായത്. ഡ്രൈവറുടെ ഓവർ സ്പീഡാണെന്ന്, അതേപോലെ CCTV ദൃശ്യം കണ്ടു. അതിലും അത്യാവശ്യം മനസ്സിലാവുന്നത് ഡ്രൈവർ നല്ല സ്പീഡിലായിരുന്നു വാഹനം. ആ ഒരു ടേണിംഗ് അശാസ്ത്രീയമായ രീതിയിലുള്ള ടേണിംഗ് ആണ്. ആ രൂപത്തിലാണ് അവിടെ റോഡിൻ്റെ ഡിസൈൻ ഉള്ളത്. അപകടമുണ്ടായ സമയത്ത് ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. അപകടത്തിന്റെ CCTVയിലുള്ള അതേ സമയത്ത് ഡ്രൈവർ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടുവെന്നാണ് ആരോപണം. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ ചിന്മയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഇവൻ്റെ സ്റ്റാറ്റസ് ഞാൻ നോക്കുമ്പോൾ 4:03 സ്റ്റാറ്റസ് ഇട്ടിന്. അന്നേരം ഞാനിതറിയില്ല. കുറച്ച് കഴിഞ്ഞ ശേഷമുണ്ട് പിന്നെ എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ മലബാർ ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ടെന്ന് പറഞ്ഞു, ആക്സിഡൻ്റ് ആയിട്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നാൽ പിന്നെയാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പിഞ്ചു മക്കളൊക്കെ മരിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കൃത്യം 4:03 ഓൻ സ്റ്റാറ്റസ് വെച്ചിന്. ഇപ്പോൾ ബ്രേക്ക് പൊട്ടിയതല്ല എന്നാണ് ഇതിൻ്റെ കാണുന്ന തെളിവ്. കാരണം 2 വിഷയിലും 4.3 ആണ്, 4:03 പിന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് ചിന്തിക്കാനല്ലോ. ഏതവസരത്തിൽ ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഇത്രയും ഈ കുന്നിൻ്റെ ഇറക്കത്തിൽ ഫോൺ നോക്കാനുള്ള സിറ്റുവേഷൻ എനിക്ക് എങ്ങനെ ഉണ്ടായി എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു കുട്ടി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ മറ്റെല്ലാ വിദ്യാർത്ഥികളും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. 24 കണ്ണൂർ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി നടന്ന വാഹനാപകടങ്ങളിൽ 8 പേർ മരിച്ചു. കൊച്ചിയിൽ വൈപ്പിൻ ഗോശ്രീ പാലത്തിൽ ബൈക്ക് മറിഞ്ഞ് കോളേജ് വിദ്യാർത്ഥികളായ പാലക്കാട് സ്വദേശി ആരോമൽ, നെയ്യാറ്റിൻകര സ്വദേശി നരേന്ദ്രനാഥ് എന്നിവർ മരിച്ചു. പാറശാലയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഐര സ്വദേശി മരിച്ചു. കോഴിക്കോട് കൊടുവള്ളിയിൽ ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് മടവൂർ മുക്ക് സ്വദേശി അഷ്റഫ് മരിച്ചു. പുതുവത്സരാഘോഷം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് വൈപ്പിൻ ഗോശ്രീ പാലത്തിൽ വെച്ച് വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് സ്വദേശി ആരോമൽ, നെയ്യാറ്റിൻകര സ്വദേശി നരേന്ദ്രനാഥ് എന്നിവരാണ് മരിച്ചത്. ഇടുക്കി കുട്ടിക്കാനത്ത് പുതുവത്സരാഘോഷത്തിനെത്തിയവരുടെ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് കാഞ്ഞിരപ്പള്ളി സ്വദേശി ഫൈസലിന് ജീവൻ നഷ്ടമായി. കാറിനകത്തായിരുന്നു ഈ സമയം ഫൈസൽ. ഫയർഫോഴ്സും പോലീസിന്റെയും സംയുക്തമായ തെരച്ചിലിനൊടുവിലാണ് 350 അടിയോളം താഴ്ചയിൽ നിന്ന് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പാറശാലയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഐര സ്വദേശി പ്രദീപ് മരിച്ചു. കാറിലുണ്ടായിരുന്ന 2 പേർക്ക് പരുക്കേറ്റു. എരുമേലി കണമല അട്ടിവളവിൽ ബസ് മറിഞ്ഞ ശബരിമല തീർത്ഥാടക സംഘത്തിലെ ഡ്രൈവർ മരിച്ചു. ആന്ധ്ര സ്വദേശി രാജുവാണ് മരിച്ചത്. ബസിന്റെ അമിത വേഗത അപകട കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. തിരുവനന്തപുരം വഴയിലെ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് അരുവിക്കര സ്വദേശി ഷാലു അജയ് മരിച്ചു. പത്തനംതിട്ട നരിയാപുരത്ത് വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായിരുന്ന അഖിൽ കൃഷ്ണൻ മരിച്ചു. അഖിലിന്റെ ഭാര്യയും കുഞ്ഞും പരിക്കുകളോടെ ചികിത്സയിലാണ്. ന്യൂസ് ഡെസ്ക് 24. നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ കേരളത്തിലെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കറെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. നാളെ രാവിലെ 10:00 രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ. നാളെ രാവിലെ 10:30 രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 5 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, സ്പീക്കർ എൻ ഷംസീർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. പിന്നീട് നിയുക്ത ഗവർണർ രാജ്ഭവനിലെത്തി. സർക്കാരുമായി നിരന്തരം കൊമ്പുകോർത്തിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം വരുന്ന ഗവർണർ ഏത് സമീപനം സ്വീകരിക്കും എന്നത് ശ്രദ്ധേയമാണ്. ദീർഘകാലം RSS ചുമതലകൾ വഹിച്ച ശേഷം 1989 രാജേന്ദ്ര ഹർലേക്കർ BJPയിൽ അംഗത്വമെടുക്കുന്നത്. ഗോവയിൽ സ്പീക്കർ, മന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ സനാതനധർമ്മ പരാമർശത്തിൽ കോൺഗ്രസിൽ ഭിന്നത. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ പിന്തുണച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് തള്ളി. സനാതനധർമ്മം സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും സംഘപരിവാറിന്റേതല്ല സനാതനധർമ്മം എന്നായിരുന്നു VD സതീശന്റെ നിലപാട്. ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. പിന്നാലെ BJP ദേശീയ നേതൃത്വം മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തി. എന്നാൽ തീർത്ഥാടനത്തിന് സമാപനമാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും 2 തട്ടിലാണ്. രാവിലെ സമ്മേളനത്തിനെത്തിയ കെ സുധാകരൻ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ പിന്തുണച്ചു. വിശ്വപൗരനായ ശ്രീനാരായണ ഗുരുദേവനെ സനാതന ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ചാതുർവർണ്ണത്തിലും വർണ്ണാശ്രമത്തിലും തളക്കാൻ ശ്രമം നടക്കുന്നില്ലേ? ഗുരുദേവനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനാവില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. സമാപന സമ്മേളനത്തിനെത്തിയ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തള്ളി.
ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നത് സനാതന ധർമ്മമാണെന്നും അത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും പ്രതിപക്ഷ നേതാവ്. ഞാൻ പറയുന്നു, ഞാൻ മുഖ്യമന്ത്രിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുക. സനാതനധർമ്മം എങ്ങനെയാണ് വർണ്ണാശ്രമത്തിന്റെയും ചാതുർവർണ്ണത്തിന്റെയും ഭാഗമാകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിനെ മതനേതാവാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിയണമെന്നും സനാതനധർമ്മത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ രാജ്യവാഴ്ചയാണെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. സംഭവം വിവാദമായെങ്കിലും പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി. ഞാൻ പറഞ്ഞതെന്താണോ ആ പറഞ്ഞതിൽ നിൽക്കുന്നു. നിങ്ങൾ പറഞ്ഞതായിരിക്കില്ല ഞാൻ ചിലപ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവായിരുന്നു എന്ന് നേരത്തെ, ഇപ്പോഴല്ല, ആ യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. ആ പറഞ്ഞ കാര്യം ശരിയല്ല. അതെന്റെ നിലപാടാണത്. സനാതനധർമ്മത്തിന്റെ വക്താവായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്. ഹിന്ദു വിശ്വാസത്തെയും സനാതനധർമ്മത്തെയും അവഹേളിക്കുന്നതാണെന്നും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്നും BJP ദേശീയ നേതൃത്വവും വിമർശിച്ചു. 24 തിരുവനന്തപുരം. ഉമാ തോമസ് MLAക്ക് ഗുരുതര പരിക്കേറ്റ കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ സംഘാടകരായ മൃദംഗാഭിഷൻ MD, ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിനെതിരെ നടക്കുന്നത് കുപ്രചാരണമാണെന്ന് മൃദംഗാഭിഷൻ MD നികോഷ് കുമാറിന്റെ പ്രതികരണം. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവപാഠം സുരക്ഷാ പരിശോധന കൃത്യമായി നടക്കണം എന്നുള്ളതാണ്. സ്വകാര്യ പരിപാടികളിലും ഇതുപോലുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. അവിടെ പങ്കെടുത്ത മന്ത്രിയുണ്ട്, MLA ഉണ്ട്, മറ്റാൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ പങ്കെടുക്കുമ്പോൾ അതിനാവശ്യമായ കരുതൽ അവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് നിർബന്ധമായും ഉണ്ടാകണമെന്ന് തന്നെയാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. വന്ന വീഴ്ചകൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിച്ചു പോകും. തുറന്ന് ഏതെല്ലാം തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നത് സംബന്ധിച്ച് വിശദമായൊരു മാർഗരേഖ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യും. MLA ഉമാ തോമസിനുണ്ടായ അപകടത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പരിപാടിയുടെ നടത്തിപ്പുകാരായ മൃദംഗവിഷനെതിരെ പാലാരിവട്ടം പോലീസ് വീണ്ടും കേസെടുത്തു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പരിപാടി സംഘടിപ്പിച്ച മൃദംഗവിഷൻ MD നികോഷ് കുമാർ, CEO ഷമീർ അബ്ദുൾ റഹീം, ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ, നികോഷ് കുമാറിന്റെ ഭാര്യ എന്നിവരെ പ്രതി ചേർത്താണ് കേസ്. എന്നാൽ ആരോപണങ്ങളെല്ലാം മൃദംഗവിഷൻ പ്രൊപ്പറേറ്റർ നികോഷ് കുമാർ തള്ളി. നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ അനുമതിയും നമ്മൾ തേടിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കിട്ടിയ സ്റ്റേജ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയേണ്ടത് GCD ആണ്. അങ്ങനെ സ്റ്റേജ് കെട്ടാൻ അവിടെ പെർമിഷൻ ഇല്ലെങ്കിൽ ആ ഭാഗം കൊണ്ട് അവർ പറയണം. അതിൻ്റെ ഉന്നത ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളോട് പറയണം. GCD പോലത്തെ ഒരു സ്റ്റേഡിയം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭാഗ്യമാണ്. അത്രയും സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഇറക്കിയിട്ടാണ് നമ്മൾ അവിടെ കണ്ടസ്റ്റൻസിനെ എത്തിച്ചത്. ഏത് അന്വേഷണ സംഘത്തിന് മുന്നിലും ഹാജരാവാൻ സന്നദ്ധനാണ്. ഈ പരിപാടി സാമ്പത്തിക തട്ടിപ്പാണെങ്കിൽ ഈ പരിപാടി നടത്തേണ്ട കാര്യമുണ്ടോ മാഷെ? സംഭവത്തിൽ കൊച്ചിൻ കോർപ്പറേഷനും നടപടികൾ ആരംഭിച്ചു. മതിയായ പരിശോധനകൾ നടത്തിയില്ലെന്ന കാരണത്താൽ ഹെൽത്ത് ഇൻസ്പെക്ടർ M നീതയെ സസ്പെൻഡ് ചെയ്തു. റവന്യൂ വിഭാഗത്തിന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നഗരസഭാ സെക്രട്ടറിക്ക് മേയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ ഇന്നലത്തേക്കാൾ പുരോഗതി. സ്വയം ശ്വാസമെടുത്ത് തുടങ്ങിയ ഉമാ തോമസ് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വീഴ്ചയെക്കുറിച്ച് ഉമാ തോമസിന് ഓർമ്മയില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. 4ാം ദിവസം പ്രതീക്ഷയുടേതാണ്. മകൻ വിവേകിന് ഉമാ തോമസ് പുതുവർഷാശംസകൾ നേർന്നു. രോഗി നന്നായി പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കൈകാലുകൾ ചലിപ്പിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ സ്വയം ശ്വാസമെടുക്കുന്നതും ആരോഗ്യ പുരോഗതിയുടെ അടയാളമാണ്. വെന്റിലേറ്ററിൽ നിന്ന് ഉടൻ മാറ്റാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർമാർ. ഇന്നലത്തേക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട്. ചെസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത്, ലങ്സിനകത്ത്. അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേസ് കുറേയും കൂടി ക്ലിയർ ആയിട്ടുണ്ട്, ബെറ്ററാണ്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. വേദന കുറയ്ക്കാനുള്ള മരുന്നുകളാണ് നിലവിൽ നൽകുന്നത്. ശ്വാസകോശ പ്രശ്നങ്ങളും കുറയുന്നുണ്ട്. എല്ലാ ദിവസവും പ്രത്യേക മെഡിക്കൽ ബോർഡ് ചേർന്നാണ് MLAയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നത്. 24 കൊച്ചി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത തുടരുന്നതിനിടെ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാൻ മുസ്ലിം ലീഗിന്റെ നീക്കം. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായ പട്ടിക്കാട് ജാമി അനൂരിയ സമ്മേളനത്തിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം. കാന്തപുരം AP വിഭാഗവുമായി അടുക്കാനുള്ള ശ്രമം മുസ്ലിം ലീഗ് സജീവമാക്കി.
8 വർഷത്തെ ഭിന്നതയ്ക്ക് വിരാമമിട്ട് രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തിക്ക് ക്ഷണിച്ച് NSS. രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചും വി ഡി സതീശനെ വിമർശിച്ചും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇനി ഊഴം മുസ്ലിം ലീഗിന്റേത്. സമസ്തയുടെ സ്ഥാപനമാണ് ജാമിയ നൂരിയെങ്കിലും നിയന്ത്രണം മുസ്ലിം ലീഗിനാണ്. 4-ാം തീയതിയാണ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന പരിപാടി. രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതിലൂടെ കൃത്യമായ സന്ദേശമാണ് ലീഗ് നേതൃത്വം നൽകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. സമീപകാലത്തായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ലീഗ് നേതൃത്വവുമായുള്ള ബന്ധം അത്ര സുഗമമല്ല. മുനമ്പം വിഷയത്തോടെ ഭിന്നത ശക്തമായി. ഇതിനിടെ കാന്തപുരം AP വിഭാഗവുമായി അടുക്കാനുള്ള ശ്രമം ലീഗ് നേതൃത്വം ഊർജിതമാക്കി. സമസ്തയിലെ ഭിന്നിപ്പിനെ തുടർന്ന് EK വിഭാഗത്തിന്റെ സമ്മർദ്ദത്താൽ AP വിഭാഗം പരിപാടികളിൽ നിന്ന് ലീഗ് നേതൃത്വം വിട്ടുനിൽക്കുകയായിരുന്നു പതിവ്. സമസ്തയിൽ ലീഗ് വിരുദ്ധ ചേരി രൂപപ്പെട്ടതോടെയാണ് AP വിഭാഗവുമായി അടുക്കുന്നത്. തൃശൂർ ആമ്പല്ലൂരിൽ നടന്ന SYS പരിപാടിയിൽ PK കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തു. ഇത്തവണ സമസ്തയിൽ നിന്ന് എതിർപ്പുയർന്നില്ല. അതിനിടെ വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സമസ്ത മുഷാവറ ഈ മാസം 7-ന് ചേരും. പൊളിറ്റിക്കൽ ഡെസ്ക് 24. റൗണ്ട് തുടരുന്നു. NCPയുടെ മന്ത്രിമാറ്റ ആവശ്യം തള്ളി മുഖ്യമന്ത്രി. മന്ത്രിമാറ്റം അടഞ്ഞ അധ്യായമാണെന്ന് മുഖ്യമന്ത്രി തോമസ് കെ തോമസിനെ അറിയിച്ചു. മന്ത്രിമാറ്റം പൊളിഞ്ഞതോടെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്കെതിരെ LDF നേതൃത്വത്തിന് കത്ത് നൽകാനാണ് AK ശശീന്ദ്രൻ പക്ഷത്തിന്റെ തീരുമാനം. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിനെ എതിർത്ത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വന്നു. മന്ത്രിമാറ്റം ആവശ്യപ്പെട്ട് കൂടിക്കാഴ്ചയ്ക്കെത്തിയപ്പോഴാണ് തോമസ് കെ തോമസിനോട് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. കൂറുമാറ്റത്തിന് കോഴ വാഗ്ദാനം ചെയ്യുന്ന ആരോപണത്തിൽ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള NCP ആഭ്യന്തര സമിതിയുടെ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ മന്ത്രിയാക്കാൻ അനുവദിക്കണമെന്നായിരുന്നു തോമസ് കെ തോമസിന്റെ അഭ്യർത്ഥന. എന്നാൽ മന്ത്രിമാറ്റം സംബന്ധിച്ച് നേരത്തെ തന്നെ NCP നേതാക്കളോട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ മാറ്റമില്ല. മന്ത്രിമാറ്റം അടഞ്ഞ അധ്യായമാണെന്നും മുഖ്യമന്ത്രി തോമസ് കെ തോമസിനെ അറിയിച്ചു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച നിലപാട് മുഖ്യമന്ത്രി തോമസിനെ അറിയിച്ച വിവരം AK ശശീന്ദ്രനും തനിക്കൊപ്പമുള്ള നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന സ്വന്തം പക്ഷത്തെ നേതാക്കളുടെ യോഗത്തിലാണ് ശശീന്ദ്രൻ ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ നിലപാട് അനുകൂലമായതോടെ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്കെതിരായ നിലപാട് കടുപ്പിക്കാനാണ് AK ശശീന്ദ്രൻ പക്ഷത്തിന്റെ തീരുമാനം. പാർട്ടിക്ക് അനുവദിച്ചിരിക്കുന്ന ബോർഡ് കോർപ്പറേഷൻ പദവികളിലേക്ക് PC ചാക്കോ നൽകുന്ന ശുപാർശകൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് AK ശശീന്ദ്രൻ LDF നേതൃത്വത്തിന് കത്ത് നൽകും. ഗുരുവായൂർ ദേവസ്വം പുനഃസംഘടനയിൽ പാർട്ടിക്ക് അനുവദിച്ച സ്ഥാനത്തേക്ക് PC ചാക്കോ സ്വന്തം നിലയ്ക്ക് നിയമനം നടത്താൻ ഒരുങ്ങുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. തനിക്കൊപ്പം നിൽക്കുന്ന 7 നേതാക്കൾക്കെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടി പിൻവലിക്കണമെന്നും ശശീന്ദ്രൻ PC ചാക്കോയോട് ആവശ്യപ്പെടും. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശശീന്ദ്രൻ മുതിർന്ന നേതാവ് TP പീതാംബരം മാസ്റ്റർക്കൊപ്പം PC ചാക്കോയെ കാണും. നേതൃത്വം ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം പയറ്റാൻ ശ്രമിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനും ശശീന്ദ്രൻ പക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിപദവിക്കായി തോമസ് കെ തോമസിന്റെയും PC ചാക്കോയുടെയും ശ്രമങ്ങൾ കണ്ട് കേരളം ചിരിക്കുകയാണെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. കുട്ടനാട് മണ്ഡലം NCPക്ക് നൽകിയത് അക്ഷന്തവ്യമായ അപരാധമാണ്. AK ശശീന്ദ്രൻ ജനപിന്തുണയുള്ള ആളാണെന്നും കേരള കൗമുദിൽ എഴുതിയ ലേഖനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പുതുവത്സര തലേന്ന് തൃശൂർ നഗരത്തിൽ 30 വയസ്സുകാരനെ കുത്തിക്കൊന്ന കേസിൽ വിദ്യാർത്ഥികൾ ലഹരിക്കടിമകളാണെന്ന് പോലീസ്. 14-16 വയസ്സ് പ്രായമുള്ളവരാണ് പ്രതികൾ. തൃശൂർ മുള്ളൂർക്കരയിൽ പുതുവത്സര ആശംസ പറഞ്ഞില്ല എന്ന പേരിൽ കാപ്പ കേസ് പ്രതി യുവാവിനെ കുത്തിപ്പരുക്കേൽപ്പിച്ചു. തൃശൂർ നഗരത്തെ നടുക്കിയ സംഭവമാണ് തേക്കിൻകാട് മൈതാനത്ത് പുതുവത്സര രാത്രിയിലുണ്ടായത്. 14-കാരനായ വിദ്യാർത്ഥിയാണ് തൃശൂർ പൂത്തോൾ സ്വദേശി ലിവിൻ ഡേവിഡിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. വിദ്യാർത്ഥികൾ കഞ്ചാവ് വലിച്ചത് ചോദ്യം ചെയ്തപ്പോൾ അവരിൽ ഒരാൾ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് യുവാവിനെ ആക്രമിക്കുകയായിരുന്നു. തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ലിവിനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നാട്ടുകാർ തടഞ്ഞുവെച്ചാണ് പ്രതികളെ പോലീസിൽ ഏൽപ്പിച്ചത്. കൊലയ്ക്കുപയോഗിച്ച കത്തി വിദ്യാർത്ഥികളുടേതു തന്നെയെന്ന് പോലീസ് കണ്ടെത്തി. മുള്ളൂർക്കരയിൽ പുതുവത്സരാശംസ പറഞ്ഞില്ലെന്ന പേരിലാണ് ബൈക്ക് യാത്രക്കാരനായ സുഹൈബിനെ കാപ്പ കേസ് പ്രതി പാപ്പി എന്ന് വിളിക്കുന്ന ഷാഫി ആക്രമിച്ചത്. 24 തവണയാണ് സുഹൈബിനെ കത്തികൊണ്ട് കുത്തിയത്. കൈയിലും തലയ്ക്കുമാണ് പരുക്ക്. തൃശൂർ മെഡിക്കൽ കോളേജിൽ അത്യാസന്ന വിഭാഗത്തിൽ ചികിത്സയിലാണ് സുഹൈബ്. പ്രതി കൃത്യം നടത്തുമ്പോൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് സംശയം. നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ് ഷാഫി. 24, തൃശൂർ. പുതുവത്സരാശംസാ പോസ്റ്റിൽ CPM നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി PK ശശി. പിടിച്ചുപറിയും കൊള്ളയും നടത്തിയ പണം കൊണ്ട് പലരും പ്രസ്ഥാനത്തെ വെള്ളപ്പുതപ്പിച്ചു തുടങ്ങി എന്ന വിമർശനം ചർച്ചയായതോടെ PK ശശി വിശദീകരണവുമായി എത്തി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവരെയാണ് താൻ ലക്ഷ്യമിട്ടതെന്നാണ് PK ശശി പറയുന്നത്. പുതുവത്സര ആശംസകൾ അറിയിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ 2014 തന്നെ സംബന്ധിച്ച് പ്രതിസന്ധിയുടെ കാലമെന്നാണ് PK ശശി വിശേഷിപ്പിച്ചത്. CPIM നേതൃത്വത്തോടുള്ള അതൃപ്തി പ്രകടമാക്കുന്ന PK ശശിയുടെ പരോക്ഷ പരാമർശങ്ങൾ ഇങ്ങനെ: അപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും കാര്യം കാണാൻ ഏതവന്റെയും പെട്ടി ചുമക്കാനും മടിയില്ലാത്തവർക്ക് സുന്ദര കാലമായിരുന്നു. അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരുന്നു.
ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത മഹാപ്രസ്ഥാനം പിടിച്ചുപറിയും കൊള്ളയും നടത്തി വെള്ള പുതപ്പിച്ച് ആ പണം കൊണ്ട് ഉന്മാദിച്ചവർക്കും ആഹ്ലാദത്തിന് വക നൽകില്ല പുതുവർഷം. ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായതോടെ PK ശശിയുടെ വിശദീകരണം ഇങ്ങനെ: വിമർശിച്ചത് നേതൃത്വത്തെയല്ല, പരാമർശിച്ചത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവരെയും അടുത്തിടെ പാർട്ടി വിട്ടവരെയും. പാർട്ടി നേതൃത്വത്തെ വിമർശിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കേണ്ടത് പാർട്ടി ഘടകത്തിനകത്താണ്, പാർട്ടിക്കകത്താണ് എന്ന നല്ല സംഘടനാ ധാരണയുള്ള ആളാണ് ഞാൻ. യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചത് പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ചാണ്. പാർട്ടിയെ ചതിച്ച് വർഗീയവാദികളുടെ പാളയത്തിലേക്ക് പോയവരും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പാർട്ടി നേതൃത്വത്തെ വിമർശിക്കാൻ അവകാശമുണ്ടെന്നും പക്ഷേ അത് പാർട്ടി വേദിയിലേ നടത്തുവെന്നും PK ശശി. പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് തരം താഴ്ത്തിയ ശശിയെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് കൂടി നീക്കണമെന്ന ആവശ്യം ജില്ലാ നേതൃത്വമടക്കം ഉന്നയിക്കുന്നുണ്ട്. 24 പാലക്കാട്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ നൽകിയതിനെ ന്യായീകരിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തടവുകാരന്റെ അവകാശമാണ് പരോളെന്നും പരോൾ നൽകുന്നതിൽ CPIM ഇടപെടാറില്ല എന്നുമാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിൽ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം രംഗത്തു. പരോൾ തടവുകാരന്റെ അവകാശമാണെന്ന MV ഗോവിന്ദന്റെ മറുപടിയിലൂടെ വിഷയത്തിൽ CPIMന്റെ നിലപാട് വ്യക്തം. കൊടിസുനിക്ക് പരാതി പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഒരാൾക്ക് പ്രത്യേക പരോൾ വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPIM നടത്തുന്ന കാര്യമല്ല, ഞങ്ങൾക്കത് ബാധകമല്ല. കഴിഞ്ഞ ദിവസം P ജയരാജനും പരോളിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരുന്നു. കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിൽ സർക്കാരിനെയും CPIMനെയും രൂക്ഷമായി വിമർശിച്ച് സമസ്ത മുഖപത്രം രംഗത്തു വന്നു. പരോൾ നൽകിയതിൽ ഒരു അപരാധവും CPIM കാണുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് മുഖപ്രസംഗത്തിലെ വിമർശനം. മനുഷ്യാവകാശത്തിന്റെ പേരിൽ ക്രിമിനലുകൾക്ക് നാട്ടിലിറങ്ങി സ്വൈരവിഹാരം നടത്താൻ സാഹചര്യമുണ്ടാക്കുകയാണെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. അതേസമയം വിഷയത്തിൽ പ്രതിപക്ഷം കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ഒരുങ്ങുകയാണ്. 24 കണ്ണൂർ. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയ്ക്ക് പിന്നാലെ കോൺഗ്രസിനെ കുരുക്കിലാക്കി നിയമനക്കോഴ വിവാദത്തിൽ കൂടുതൽ പരാതി. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ 22 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് താളൂർ സ്വദേശി പത്രോസിന്റെ പരാതി. നിയമനക്കോഴ വിവാദത്തിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് CPIM പ്രതിഷേധം കടുപ്പിച്ചു. 2014 മുതൽ 5 തവണകളായി 22 ലക്ഷം രൂപ നൽകിയിട്ടും ജോലി നൽകിയില്ലെന്നാണ് പത്രോസിന്റെ പരാതി. മകൻ എൽദോസിന് ബത്തേരി അർബൻ ബാങ്കിൽ പ്യൂൺ ജോലിക്ക് വേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പണം നൽകിയത്. പ്രാദേശിക നേതാക്കളായ പ്രേമൻ മലവയൽ, CT ചന്ദ്രൻ, സക്കറിയ മണ്ണിൽ എന്നിവർക്കെതിരെയാണ് പരാതി. DCC ട്രഷററായിരുന്ന NM വിജയന്റെ പേരും ഒപ്പുമുള്ള ഉടമ്പടി കരാർ പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങളും നാളെയാട്ടെ മറ്റന്നാളാട്ടെ അങ്ങനെയാട്ടെ ഇങ്ങനെയാട്ടെ എന്ന് പറഞ്ഞ് നടന്നു. വിജയേട്ടൻ, അതേപോലെ ചന്ദ്രേട്ടൻ, സക്കറിയ ഇവരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഒരു ഗ്യാങ് ആണ് സാർ. കോൺഗ്രസിന്റെ മുൻ പ്രവർത്തകരും ഇപ്പൊ നിലവിലുള്ള പ്രവർത്തകരും അറിയപ്പെടുന്നവരാണ് എല്ലാവരും. നിലവിൽ പോലീസ് അന്വേഷണം നടക്കുന്നത് NM വിജയന്റെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ്. വിവിധ ബാങ്കുകളിലായി 14 അക്കൗണ്ടുകളുണ്ട്. വിജയന്റെ ബാധ്യത, നിക്ഷേപം, പണമിടപാടുകൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കാൻ ബാങ്കുകൾക്ക് പോലീസ് നോട്ടീസ് നൽകി. വിജയൻ വിഷം വാങ്ങിയ ബത്തേരിയിലെ കടയിൽ നിന്നും പോലീസ് വിവരശേഖരണം നടത്തി. നിയമനക്കോഴ ഇടപാടിൽ കോൺഗ്രസ് ജില്ലാ നേതാക്കളെ ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. 24 വയനാട്. ഫോർട്ട് കൊച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി സ്വദേശി അഷ്കറാണ് പിടിയിലായത്. YS അഭിനന്ദ് ചേരുന്നു. അഭിനന്ദ് വിവരങ്ങൾ. പ്രവിധ പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായാണ് ഫോർട്ട് കൊച്ചിയിൽ മൂവാറ്റുപുഴ സ്വദേശിയായ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. പീഡിപ്പിച്ചത് ഫോർട്ട് കൊച്ചിയിലെത്തി ഒരുമിച്ച് പുതുവർഷാഘോഷത്തിൽ പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ കുട്ടിയെ കബളിപ്പിച്ച് ഇവിടേക്ക് എത്തിച്ചത്. എന്തായാലും പേഴക്കാപ്പള്ളി പ്ലാക്കുടിയിൽ അഷ്കറാണ് ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. നേരത്തെയും ഇയാൾ ബോക്സ് ഓഫീസിൽ പലതവണ പ്രതിയായിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. പല പെൺകുട്ടികളെയും ഇത്തരത്തിലേക്ക് കബളിപ്പിച്ച് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതി നിലവിലുണ്ട്. എന്തായാലും ഇയാളെ ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രവിധ. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 24 വാർത്താ സംഘത്തോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലെത്തി വിശേഷങ്ങൾ പങ്കുവെച്ച് വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മന്ത്രിയോട് സംവദിച്ചത്. കലോത്സവത്തിന് വിദ്യാർത്ഥികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് മന്ത്രി ഉറപ്പു നൽകി. കലോത്സവകാലമാണ്. തിരക്ക് തീപിടിച്ചു നിൽക്കുന്ന സമയം. ഔദ്യോഗിക തിരക്കുകളിലേക്ക് ഇറങ്ങും മുൻപ് കുറച്ചു സമയം വിദ്യാർത്ഥികൾക്കൊപ്പം വിദ്യാഭ്യാസ മന്ത്രി. കുട്ടികൾക്ക് മന്ത്രിയുടെ വക പുതുവത്സര സമ്മാനം. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്നും ബുദ്ധിമുട്ടുകളില്ലാതെ കലോത്സവം നടക്കുമെന്നും മന്ത്രിയുടെ ഉറപ്പ്. മെയിൻ വെന്യൂ എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേഡിയമാണ്. അതിന് MD നിള എന്നുള്ള പേരാണ് മാറ്റി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഭാരതപ്പുഴ എന്നായിരുന്നു നേരത്തെ ഇട്ടിരുന്ന പേര്. ഭക്ഷണപ്പുര എന്ന് പറയുന്നത് എല്ലാവർക്കും 4000 പേർക്ക് ഒരേ സമയത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന പുത്തരിക്കണ്ട മൈതാനിയിലാണ്. ഏതാണ്ട് 19 കമ്മിറ്റികൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 25 വേദികളുടെ തയ്യാറെടുപ്പിലാണ്. എല്ലാ കാര്യങ്ങളും പിന്നെ നല്ല പുരോഗതിയിലാണ്. ഒരു കുഴപ്പവുമില്ലാതെ കുറ്റമറ്റതായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിധി നിർണയത്തിന് AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമോ എന്ന വിദ്യാർത്ഥികളിൽ ഒരാളുടെ ചോദ്യം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ മേഖലയിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ജഡ്ജസിന് പകരം AI ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു അടുത്ത വർഷം ആലോചിക്കാമെന്ന് പറഞ്ഞ മന്ത്രി അപ്പീലുമായി ബന്ധപ്പെട്ട് അനാവശ്യ പ്രതിഷേധങ്ങൾ നല്ല കീഴ്വഴക്കമല്ലെന്ന് ഓർമ്മപ്പെടുത്തി. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിക്ക് കിട്ടിയില്ല, അല്ല എൻ്റെ മോക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുന്നവരെല്ലാം മോശമാണെന്നുള്ള നിലയിൽ വരുത്തി തീർക്കുന്നത് അത് ആരോഗ്യകരമല്ല. അത് കലയ്ക്കും നല്ലതല്ല. ക്രിയാത്മകമായും ആരോഗ്യകരമായ മത്സരത്തിന് നമ്മൾ തയ്യാറാവണം. കുട്ടികളെ ചേർത്ത് പിടിച്ച് എല്ലാവിധ ആശംസയും നേർന്നു. വീണ്ടും കലോത്സവ തിരക്കിലേക്ക് മന്ത്രി വി ശിവൻകുട്ടി മടങ്ങി. 24 തിരുവനന്തപുരം. KLM മാക്സിമ ഫിൻവെസ്റ്റ് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ബ്രാഞ്ചുകൾ കേന്ദ്രീകരിച്ചുള്ള പരിപാടികൾക്ക് തുടക്കമായി. സ്ഥാപക ദിനമായി എന്ന കമ്പനി ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെയർമാൻ TP ശ്രീനിവാസൻ ദേശീയതല ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികളും ജീവനക്കാരും ഒത്തൊരുമിച്ച് പുതുവർഷ പ്രതിജ്ഞയെടുത്തു. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിക്കുന്ന സാമ്പത്തിക സാക്ഷരതാ മിഷനിൽ എല്ലാ ബ്രാഞ്ചുകളിലെയും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വീതം ഫിനാൻഷ്യൽ ലിറ്ററസി ക്യാമ്പ് ഒരുക്കും. കൊച്ചിയിൽ സംഘടിപ്പിച്ച സ്ഥാപക ദിനാഘോഷത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിബു തെക്കുംപുറം, ഡയറക്ടർമാരായ പ്രൊഫസർ KM കുര്യാക്കോസ്, BG ഷിബു, CEO മനോജ് രവി എന്നിവർ പങ്കെടുത്തു. വലിയ തീരുമാനങ്ങൾ എടുത്ത ഒരു ചടങ്ങാണിന്ന്. അടുത്ത ഒരു വർഷക്കാലത്തെ പ്രധാനപ്പെട്ട 25 CSR പ്രോഗ്രാമുകൾ ഇന്ന് ഇവിടെ അനൗൺസ് ചെയ്തു. അതിൽ 5ഓളം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെമ്പാടുമുള്ള എല്ലാ KLM മാക്സിമ ബ്രാഞ്ചസും ഇന്ന് ഫൗണ്ടേഷൻ ഡേ ആചരിക്കുകയാണ്. ബ്രാഞ്ചുകളിൽ അവർ കസ്റ്റമേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങും അതുപോലെ തന്നെ ഒരു അഡ്വൈസറി ബോർഡ് ഇന്ന് എല്ലാ ബ്രാഞ്ചുകളിലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അതിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പരിപാടികളെക്കുറിച്ചുമുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് പുതിയ പുതിയ പരിപാടികളിൽ കേരളവും കേരളത്തിൻ്റെ ഇതര സംസ്ഥാനങ്ങൾ 6 സംസ്ഥാനങ്ങളിൽ നമുക്ക് ബ്രാഞ്ചുകളുണ്ട്. കൂടുതൽ ബ്രാഞ്ചുകൾ നമ്മൾ തുടങ്ങുന്നതിനുള്ള പ്ലാനുകളുണ്ട്. 5 ലക്ഷത്തോളം കസ്റ്റമേഴ്സുണ്ട്. അവരുടെയൊക്കെ ഉന്നമനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതുമായിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് ഇന്നത്തെ മീറ്റിങ്ങിലൂടെ എടുക്കപ്പെട്ടത്. ജാലവിദ്യകളിലൂടെ ശാന്തിഗിരി ഫെസ്റ്റിൽ കാണികളെ കയ്യിലെടുത്ത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. ആഗോള കുടുംബദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് ഗോപിനാഥ് മുതുകാട് എത്തിയത്. ആഗോള കുടുംബദിനത്തോടനുബന്ധിച്ച് കുടുംബം കെട്ടുറപ്പിന്റെ മായാജാലം എന്ന വിഷയത്തിൽ സംസാരിക്കാനാണ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ശാന്തിഗിരിയിലെത്തിയത്. നീണ്ട പ്രസംഗത്തിനിടയിലും ജാലവിദ്യയിലൂടെ കാണികളെ കയ്യിലെടുത്തു. മാജിക്കലി സംഭവിച്ചിരിക്കുന്നതാണ്. and you are holding the 3 rings. What's that? ദാനം, ദയ, ദമം. ഇത് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ and you are a good human being. അതാണ് ഫെസ്റ്റിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന ഗോപിനാഥ് മുതുകാട്. ഇന്ന് നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുടുംബങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഡൈവോഴ്സ് കേസുകൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വല്ലാത്ത ആധിപത്യം.
സ്ക്രീൻ അഡിക്ഷൻ്റെ വലിയ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടും വീടിനകത്തുള്ള സ്നേഹം നഷ്ടപ്പെടാതെ സ്നേഹമുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ സ്നേഹം വളരുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു. അത് കുറേ നേരം സംസാരിക്കാൻ സാധിച്ചു. അതേസമയം കുട്ടികൾക്ക് അനുവദിച്ചിരുന്ന സൗജന്യ പ്രവേശനം മേള അവസാനിക്കുന്ന ജനുവരി 19 വരെ നീട്ടി. ഡിസംബർ 20 തുടക്കമായ മെഗാ ഫ്ലവർ ഷോയിൽ ഇതിനകം സന്ദർശകരുടെ വൻ തിരക്കാണ്. രാജ്യത്തെ വിവിധ വെജിറ്റേറിയൻ രുചികൾ നിറയുന്ന ഭക്ഷ്യമേളയാണ് ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം. ഫുഡ് കോർട്ടിൽ 100-ലധികം വിഭവങ്ങളാണ് ഭക്ഷണപ്രേമികളെ കാത്തിരിക്കുന്നത്. 24 തിരുവനന്തപുരം. 24 അവിടെ പൂർണ്ണമാകുന്നു.